പരിശുദ്ധ കന്യകാമാതാവിൻ്റെ പിറവിപ്പെരുന്നാളിന് ഒരുക്കമായുള്ള 8 നോമ്പ് 7-ാം ദിവസം. 8 നോമ്പിൻ്റെ എല്ലാ ദിവസവും ഇടമുറിയാതെ നമ്മൾ കൊന്ത നമസ്കാരം നടത്തുന്നു. അതിൻ്റെ ആഘോഷപൂർവമായ പൂർത്തീകരണമാണ് ലുത്തിനിയ. ലുത്തിനിയ ചൊല്ലുവാനും ആലപിക്കുവാനുമുള്ളതാണ്. അത് പ്രാർത്ഥനയുടെ ആലപനമാണ്. ഹൃദയവും മനസ്സും ദൈവത്തിങ്കിലേക്ക് ഉയർത്തിയാണ് ഈ സ്തുതിപ്പ് നമ്മൾ ആലപിക്കുന്നത്. മധ്യസ്ഥാപേക്ഷ, ഇൻവൊക്കേഷൻ, ഇൻ്റർസെഷൻ എന്നൊക്കെയാണ് ലുത്തിനിയ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. പല ലുത്തിനിയകളുണ്ട് സഭയിൽ. വിശുദ്ധരുടെ ലുത്തിനിയ, ഈശോയുടെ തിരുഹൃദയ ലുത്തിനിയ, ഈശോയുടെ തിരുരക്തത്തിൻ്റെ ലുത്തിനിയ, വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ ലുത്തിനിയ, ഇങ്ങനെയുള്ള ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാം. അവയൊക്കെ നമുക്ക് സുപരിചിതമാണ്. ലുത്തിനിയ പരിശുദ്ധ ലൊറേറ്റോ മാതാവിൻ്റെ പേരിലാണ് നമ്മൾ ഇപ്പോൾ ചൊല്ലുന്ന ലുത്തിനിയ അറിയപ്പെടുന്നത്. 1951 ഇറ്റലിയിലുള്ള ലൊറേറ്റോയിൽ ആരംഭിച്ചത്. 1087 സിക്സ്റ്റസ് 5 മാർപ്പാപ്പ ഈ ലുത്തിനിയായിക്ക് ഔദ്യോഗിക അംഗീകാരം നൽകി. പിന്നീട് പല പ്രാവശ്യം മധ്യസ്ഥാപേക്ഷകൾ കൂട്ടിച്ചേർക്കപ്പെട്ടു. ജോൺ പോൾ 2 മാർപ്പാപ്പ 1955 കൂട്ടിച്ചേർത്ത കുടുംബങ്ങളുടെ രാജ്ഞി, ക്വീൻ ഓഫ് ഫാമിലീസ് എന്ന അഭിസംബോധനയാണ് അവസാനമായി കൂട്ടിച്ചേർക്കപ്പെട്ടത്. പൗരസ്ത്യ സഭകളിൽ നിന്നാണ് മാതാവിനോടുള്ള ഭക്തിപ്രകടനം ലുത്തിനിയായി ആരംഭിച്ചത്. മധ്യയുഗത്തിലായിരുന്നു അവയുടെ ആരംഭം. പ്രതീകാത്മകമായ പല പേരുകളുണ്ട് മറിയത്തിന്. നീതിയുടെ ദർപ്പണം, വിജ്ഞാനത്തിൻ്റെ ഇരിപ്പിടം, സന്തോഷത്തിൻ്റെ കാരണം, ആത്മീയതയുടെയും ബഹുമാനത്തിൻ്റെയും ഭക്തിയുടെയും പാത്രം, ദിവ്യരഹസ്യം നിറഞ്ഞു നിൽക്കുന്ന റോസപ്പുഷ്പം, ദാവീദിൻ്റെ കോട്ട, സ്വർണാലയം, വാഗ്ദാനത്തിൻ്റെ പേടകം, പ്രഭാത നക്ഷത്രം എന്നിങ്ങനെയുള്ള വർണ്ണനകൾ ലുത്തിനിയായിലുണ്ട്. ഒരുപാട് ധ്യാനങ്ങളുടെ ചുരുക്കെഴുത്താണ് അതിലെ ഓരോ മധ്യസ്ഥാപേക്ഷയും. നൂറ്റാണ്ടുകളോളം പഴക്കമുണ്ട് ഓരോന്നിനും. ഈ ധ്യാനങ്ങൾക്ക് പിന്നിൽ വേദപുസ്തക പഠനവും ഉൾക്കാഴ്ചകളുമുണ്ട്. മറിയം എവിടെയും പ്രതീകമാവുകയാണ്. ഇവയിൽ മിക്കതും കലാവിഷ്കരണത്തിലൂടെ അമർത്യത നേടിയിട്ടുണ്ട്. പുരാതന ദേവാലയങ്ങളിൽ അൾത്താരകൾക്ക് മുകളിലായി ആ ചിത്രീകരണങ്ങൾക്ക് സ്ഥാനം ലഭിച്ചു. കൊന്തയിൽ 5 ദശകങ്ങളായി ആവർത്തിച്ചു ചൊല്ലുന്ന 53 ജപത്തിന് തുല്യമായ അപേക്ഷകളാണ് ലുത്തിനിയ. കൊന്തയുടെ ആദ്യ പ്രാർത്ഥനയോടൊപ്പം പോകുന്നവയാണ് ഓരോ അപേക്ഷയും. നന്മ നിറഞ്ഞ മറിയമേ എന്ന് തുടങ്ങുന്ന സ്തുതിപ്പ്. അർത്ഥസാന്ദ്രമാണ് അവ ഓരോന്നും. ധ്യാനിക്കുവാൻ വകയുള്ള ഉൾക്കാഴ്ചകൾ നിറഞ്ഞ, ചരിത്രം സാക്ഷി നിൽക്കുന്ന വിശ്വാസ പ്രഖ്യാപനങ്ങളാണ് അവയിൽ എല്ലാം. സജീവമായി നൂറ്റാണ്ടുകളിലൂടെ ജീവിക്കുന്ന മരിയഭക്തി നമുക്ക് അവയിൽ അനുഭവിക്കുവാൻ സാധിക്കും. വേദപുസ്തകത്തിലെ പ്രവചനാത്മകവും പ്രതീകാത്മകവുമായ ആവിഷ്കാരമാണ് മാതാവിൻ്റെ ഈ സ്തുതിപ്പുകളിൽ എല്ലാം ഉള്ളത്. സ്വർഗവും ഭൂമിയും തമ്മിൽ ബന്ധിക്കുന്ന ഒരുപാട് ഭാവനാവിഷ്കാരങ്ങളാണ് അവയുടെ പിന്നിൽ. സ്ത്രീത്വത്തിൻ്റെ അംഗീകാരവും സ്തുതിപ്പും മറിയത്തിൻ്റെ കന്യാത്വത്തിൻ്റെയും മാതൃത്വത്തിൻ്റെയും വർണ്ണനയിലൂടെ പ്രകടമാകുന്നു. എല്ലാ ദൈവിക പുണ്യങ്ങളും ധ്യാന വിഷയമാക്കപ്പെടുന്നു. നക്ഷത്ര കിരീടമണിഞ്ഞ സ്വകരാജ്ഞിക്ക് ഇനിയൊരു നക്ഷത്രത്തിൻ്റെ പേര് പോലും നൽകപ്പെടുന്നു. പ്രഭാത നക്ഷത്രം എന്ന പേര്. ഉഷകാല നക്ഷത്രമേ എന്ന് സഭ അവളെ വിളിക്കുന്നു. ദിവസേന പ്രകാശിക്കുന്ന നിത്യസൂര്യനായ ഈശോയ്ക്ക് മുന്നോടിയായി കടന്നു വരുന്നവൾ. പ്രവാചകന്മാരുടെയും വേദപാരംഗതന്മാരുടെയും രക്തസാക്ഷികളുടെയും സ്ലീഹന്മാരുടെയും സകല വിശുദ്ധരുടെയും മാലാഖമാരുടെ പോലും രാജ്ഞിയാണവൾ. ആകമാനം നോക്കുമ്പോൾ അവൾ അത്ഭുത വിഷയമായ മാതാവാണ്. അവൾ കന്യകകൾക്ക് മകുടമാണ്. പാപം കൂടാതെ ജനിച്ചവൾക്ക് അമലോത്ഭവ എന്ന പേരുണ്ട്. സ്വർഗാരോപിതയായ രാജ്ഞി എന്നും. ജപമാലയുമായി ലുത്തിനിയ ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ മറിയത്തെ ജപമാലയുടെ രാജ്ഞി എന്നും വിളിക്കുകയാണ്. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞിയാണ് നമ്മൾ ഏറ്റുപറയുമ്പോൾ രാജാധിരാജനായ ഈശോ എന്നും നമ്മൾ അനുസ്മരിക്കുന്നു. അവിടെ മറിയത്തിൻ്റെ മകനായ ഈശോയെ രാജാധിരാജനെന്ന് നമ്മൾ അനുസ്മരിക്കുന്നു. ഈ ലുത്തിനിയ പ്രാർത്ഥനാ വിഷയം മാത്രമല്ല, പഠന വിഷയം കൂടിയാണ്. കുട്ടികൾക്കും പ്രായമായവർക്കും മതപഠനത്തിന് ഉതകുന്ന ഒരു മനോഹരമായ പാഠപദ്ധതിയും ഇവിടെ തുടങ്ങാവുന്നതാണ്. മരിയൻ ദൈവശാസ്ത്രത്തിൻ്റെ മരിയോളജി ഉൾക്കാഴ്ചകളിലേക്ക് ആ പഠനം നമ്മെ നയിക്കും. പ്രാർത്ഥനയുടെ ഗാനാത്മകമായ ആലപനമാണത്. ലത്തീൻ ഭാഷയിൽ ആഘോഷമായും മലയാളത്തിൽ ഭക്തിസാന്ദ്രമായും നമ്മൾ എല്ലാ സഭാവിഭാഗത്തിലുള്ളവർ പാടുന്നു.
ഓരോ ഭാഷയ്ക്കും ഓരോ സഭാവിഭാഗത്തിനും അതിൻ്റേതായ മനോഹാരിതയിലുള്ള ആലപനമുണ്ട്. ലോകം മുഴുവൻ, ലോകത്തിലെ സകല വിശ്വാസികളും മാതാവിനെ സ്തുതിക്കുമ്പോൾ ആ സ്തുതിപ്പ് അവളുടെ ശിരസിലണിയുന്ന മകുടമാണ്. നമുക്കും ഈ മധ്യസ്ഥ പ്രാർത്ഥന ആലപിച്ചുകൊണ്ട് മറിയത്തെ സ്തുതിക്കാം, അവളുടെ മാധ്യസ്ഥം തേടാം. ഫാദർ ജെയിംസ് പുറത്തയിൽ, CST.